three-phase bridge inverter for providing adjustable frequency power to industrial applications. Three-phase inverters are used. A basic three-phase inverter is a six-step bridge inverter. ഇതാണ് ഒരു ത്രീ-ഫേസ് ബ്രിഡ്ജ് ഇൻവെർട്ടർ സർക്യൂട്ട് ഡയഗ്രാം. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ T1, T2, T3, T4, T5, T6 6 തൈറിസ്റ്റേഴ്സ് കാണാം. ഇതിലെന്താ DC-നെ AC ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഒരു ത്രീ-ഫേസ് AC ആയിരിക്കും. ഇത് നമ്മൾ ഈ ഔട്ട്പുട്ട് ഒരു ത്രീ-ഫേസ് ലോഡുമായിട്ടായിരിക്കും കണക്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ത്രീ-ഫേസ് ലോഡിനെ ഡ്രൈവ് ചെയ്യിക്കാൻ വേണ്ടിയാണ് ഈ ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട് എടുക്കുന്നത്. DC-നെ AC ആക്കി കൺവേർട്ട് ചെയ്യുന്നതാണ് ഇൻവെർട്ടർ. ഈ ത്രീ-ഫേസ് ഇൻവെർട്ടറിനകത്ത് ഔട്ട്പുട്ട് എന്തായിരിക്കും? ത്രീ-ഫേസ് ആയിരിക്കും. ത്രീ-ഫേസ് അപ്ലൈ ആയിരിക്കും ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ടിൽ. ഇതിൽ എ ലാർജ് കപ്പാസിറ്റർ കണക്റ്റഡ് അറ്റ് ദി ഇൻപുട്ട് ടെർമിനൽ ടെൻസ് ടു മേക്ക് input DC voltage constant. This capacitor also suppresses harmonic feedback to the DC source. ഇതിൽ ഈ ഇൻപുട്ട് കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് DC വോൾട്ടേജ് ഇപ്പോഴും ഇൻപുട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയും അതേപോലെ ഹാർമോണിക്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഇൻപുട്ട് സൈഡ് ഒരു കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. അതേപോലെ ഇതിൽ തൈറിസ്റ്റേഴ്സ് നമ്പർ ചെയ്തത് T1, T2, T3, T4, T5, T6 എന്ന് വെച്ചാല് നമ്മള് തൈറിസ്റ്റേഴ്സ് ട്രിഗർ ചെയ്യുന്ന ഓർഡറിലാണ് നമ്മളെ ഓരോ ഫേസിലും VAB, VBC, VAC വോൾട്ടേജ് കിട്ടുന്ന രീതിയിലാണ് ഔട്ട്പുട്ട് ടെർമിനൽ ABC ഔട്ട്പുട്ട് ടെർമിനലിൽ കറക്റ്റ് VAB, VAC, VBC ഫേസ് വോൾട്ടേജ് കിട്ടുന്ന രീതിയിലാണ് ഈ തൈറിസ്റ്റേഴ്സ് നമ്പർ ചെയ്തിട്ടുള്ളത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ത്രീ ഫേസ് ബ്രിഡ്ജ് ഇൻവെർട്ടർ എന്ന് പറയുന്ന ഏതിന് ഇക്വലന്റ് ആണ്? 3 ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടേഴ്സ് കൂടി കഴിഞ്ഞാൽ ഒരു ത്രീ ഫേസ് ബ്രിഡ്ജ് ഇൻവെർട്ടർ ആയല്ലേ. ഒരു ത്രീ-ഫേസ് ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടറിനകത്ത് ഒരു T1, T2 തൈറിസ്റ്റേഴ്സ് മാത്രമായിരുന്നു. ഇതിനകത്ത് അതേപോലത്തെ 6 തൈറിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. There are 2 possible patterns of gating the thyristors. In one pattern, each thyristor conduct for 180 degree and in other pattern, each thyristors conduct for 120 degree. അതായത് ഈ ത്രീ-ഫേസ് ബ്രിഡ്ജ് ഇൻവെർട്ടർ നമുക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം, ഈ ഓരോ തൈറിസ്റ്റേഴ്സും നമ്മൾ ഗേറ്റ് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ T1, T2, T3, T4, T5, T6 ഇതൊക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും അല്ലെ. അപ്പൊ ഇതിന്റെ കണ്ടക്ഷൻ പീരീഡ് ഒന്നുകിൽ 180 ഡിഗ്രി, അതായത് കംപ്ലീറ്റ് 180 ഡിഗ്രി വരെയും ഈ T1 ടേൺഡ് ഓൺ ആയിരിക്കും. ദെൻ അടുത്ത 180 ഡിഗ്രി T4 ടേൺഡ് ഓൺ ആയിരിക്കും. അതേപോലെ പിന്നെ ഒന്നെന്താ കണ്ടക്ടിങ് പീരീഡ് എന്ന് പറയുന്നത് 120 ഡിഗ്രി, അതായത് T1 120 ഡിഗ്രി കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത 120 ഡിഗ്രി T4 കണ്ടക്ട് ചെയ്യും. ആ രീതിയിൽ അപ്പൊ 2 രീതിയിൽ നമുക്ക് ഈ ത്രീ-ഫേസ് ബ്രിഡ്ജ് ഇൻവെർട്ടറിന് ഓപ്പറേറ്റ് ചെയ്യിക്കാം. ഇതിൽ സർക്യൂട്ട് ഡയഗ്രം നോക്കിക്കഴിഞ്ഞാലൊന്നുമില്ല. എന്താ DC, പിന്നെ 3 ലെഗ് പോസിറ്റീവ് ഗ്രൂപ്പ് ഉണ്ട്, നെഗറ്റീവ് ഗ്രൂപ്പ്, ടോട്ടൽ 6 തൈറിസ്റ്റേഴ്സ് ഉണ്ട്. ഇതിന്റെ ഓരോ ലെഗിന്ന് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ത്രീ-ഫേസ് AC ആയിരിക്കും. അതിന് നമ്മളൊരു ത്രീ-ഫേസ് ലോഡുമായി കണക്ട് ചെയ്ത രീതിയിൽ കാണിച്ചു. അത്രയേ ഉള്ളൂ സർക്യൂട്ട്. പിന്നെ നമ്പർ ചെയ്തത് പോസിറ്റീവ് അപ്പർ ഗ്രൂപ്പെല്ലാം T1, T3, T5, ലോവർ ഗ്രൂപ്പിൽ T4, T6, T2 ഈ രീതിയിലാണ് തൈറിസ്റ്റേഴ്സ് നമ്പർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോ T1 എന്ന് പറയുന്നത് 0 to 180 ഡിഗ്രിയാണ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ അടുത്ത 180 ഡിഗ്രിയിൽ ഏത് കണ്ടക്ട് ചെയ്യും? ഈ T4 കണ്ടക്ട് ചെയ്യും. ഇനി ഈ T1 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം 120 ഡിഗ്രി T1 കണ്ടക്ട് ചെയ്തതിന്റെ 120 ഡിഗ്രിക്ക് ശേഷമായിരിക്കും ഈ T3 കണ്ടക്ട് ചെയ്യുക. ഇത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിയതിന് 120 ഡിഗ്രിക്ക് ശേഷമാണ് ഈ T5ന് ഗേറ്റ് സിഗ്നൽ കൊടുക്കുക. അതായത് T1 കണ്ടക്ട് ചെയ്ത് 240ക്ക് ശേഷമായിരിക്കും T5ന് ഗേറ്റ് സിഗ്നൽ കൊടുക്കുക. അങ്ങനെയാണ് ഇതിൽ ഗേറ്റ് സിഗ്നൽ കൊടുക്കുന്നത്. ത്രീ-ഫേസ് 180 ഡിഗ്രി മോഡ് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ. ഇതിൽ നമ്മൾ ത്രീ-ഫേസ് ബ്രിഡ്ജ് ഇൻവെർട്ടറിനകത്ത് 180 ഡിഗ്രി മോഡ് കണ്ടക്ഷൻ നോക്കാം. ഈച്ച് SCR കണ്ടക്ട് ഫോർ 180 ഡിഗ്രി ഓഫ് എ സൈക്കിൾ. അതായത് T1 180 ഡിഗ്രി കണ്ടക്ട് ചെയ്യും, T4 180 ഡിഗ്രി കണ്ടക്ട് ചെയ്യും, T3 കണ്ടക്ഷൻ പീരീഡ് ഓരോ തൈറിസ്റ്റേഴ്സിന്റെയും കണ്ടക്ടിംഗ് പീരീഡ് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഈ തൈറിസ്റ്റർ പെയർ ഇൻ ഈച്ച് T1, T4, T3, T6, T5, T2 are turned on with a time interval of 180 degree. അതായത് T1 കണ്ടക്ട് ചെയ്ത് 180 ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ അടുത്തത് T4ന് ഗേറ്റ് സിഗ്നൽ അപ്ലൈ ചെയ്ത് ടേൺ ഓൺ ചെയ്യിക്കും. ഇനി T1 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി 120 ഡിഗ്രിക്ക് ശേഷമാണ് T3ക്ക് ഗേറ്റ് സിഗ്നൽ കൊടുക്കുക. പിന്നെ ഈ T3 180 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ T6ന് ഗേറ്റ് സിഗ്നൽ കൊടുക്കും. ഇനി ഈ T3 120 ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ
T5 ഗേറ്റ് സിഗ്നൽ കൊടുക്കും. T5 180 ഡിഗ്രി കഴിഞ്ഞാൽ T2 ഗേറ്റ് സിഗ്നൽ കൊടുക്കും. ആ രീതിയിലാണ് ഇതിന്റെ കണ്ടക്ഷൻ. അപ്പൊ ഈ T5 ഗേറ്റ് സിഗ്നൽ കൊടുക്കുന്നത് ഒന്നെങ്കിൽ T3 120 ഡിഗ്രി അല്ലെങ്കിൽ T1 240 ഡിഗ്രി. ആ ഒരു 240 ഡിഗ്രിയിലായിരിക്കും T5 ഗേറ്റ് സിഗ്നൽ കൊടുക്കേണ്ടത്. That is, T1 conduct for 180 degree and T4 for the next 180 degree of a cycle. The thyristor in upper group, that is T1, T3, T5 conduct at an interval of 120 degree. അതായത് T1 0 to 120 ആണെങ്കിൽ 120 T3 turned on ആയിരിക്കും. അടുത്ത 120 പറയുന്നത് എന്താ? T5. T5 അതായത് 240 T5 turned on ആവും. ആ രീതിയിലാണ് ഇതിന്റെ കണ്ടക്ഷൻ വരിക. If T1 is fired at omega t is equal to 0, then T3 must be fired at omega t is equal to 120 degree and T5 at omega t is equal to 240 degree. അതായത് നമ്മള് T1 ഗേറ്റ് സിഗ്നൽ കൊടുക്കുന്നത് omega t is equal to 0 ആണെങ്കിൽ T3 ഗേറ്റ് സിഗ്നൽ അപ്ലൈ ചെയ്യപ്പോഴാ omega t is equal to 120. ഇനി T5 omega t is equal to 240. അതായത് 120 ഡിഗ്രി ഗ്യാപ്പിലായിരിക്കും ഓരോ അപ്പർ ഗ്രൂപ്പും കണ്ടക്ട് ചെയ്യുക. അതേപോലെ ഈ T1 കണ്ടക്ട് ചെയ്ത് 180 ഡിഗ്രി ആവുന്ന സമയത്ത് T4 കണ്ടക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇനി T4 വീണ്ടും 120 ഡിഗ്രിക്ക് ശേഷമായിരിക്കും T6 കണ്ടക്ട് ചെയ്യുക. അതിന് വീണ്ടും 120, അതായത് 240ക്ക് ശേഷമായിരിക്കും T6 കണ്ടക്ട് ചെയ്യുക. അപ്പൊ ഈ അപ്പർ ഗ്രൂപ്പ് T1, T3, T5 അതിനിടയിൽ ഒരു ഇന്റർവെൽ ഗ്യാപ്പ് എന്ന് പറയുന്നത് 120 ഡിഗ്രി ആയിരിക്കും. പക്ഷെ അപ്പറും ലോവറും കൺസിഡർ ചെയ്യുന്ന സമയത്ത് 180 ഡിഗ്രി വെച്ചിട്ടായിരിക്കും നമ്മൾ ഗേറ്റ് സിഗ്നൽ അപ്ലൈ ചെയ്യുക. ഫയറിംഗ് സ്കീം: T1 from upper group conduct for 180 degree, T4 for the next 180 degree, and then again T1 for 180 degree and so on. T3 from upper group start conducting 120 degree after T1 start conducting. After T3 conduction for 180, T6 conduct for the next 180 degree and again T3 for the next 180 degree and so on. T5 from upper group start conducting from 120 after T3 or 240 after T1. After T5 conduction for 180 degree, T2 conduct for the next 180 degree and T5 for the next 180 and so on. അതായത് ഈ T1 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് 120 ഡിഗ്രിക്ക് ശേഷമായിരിക്കും T3 കണ്ടക്ട് ചെയ്യുക. T3 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി 120ക്ക് ശേഷമായിരിക്കും T5. അതായത് T1ഉം T5ഉം തമ്മിൽ എത്ര ഗ്യാപ്പ് ഉണ്ടാവും? 240. ഇനി T1 കണ്ടക്ട് ചെയ്ത് 180 ഡിഗ്രി ആയ ശേഷമായിരിക്കും T4 കണ്ടക്ട് ചെയ്യുക. ഇനി ഇത് T4 180 ആയി കഴിഞ്ഞാൽ വീണ്ടും T1 ഗേറ്റ് സിഗ്നൽ അപ്ലൈ ചെയ്യും. അതേപോലെയാണ് ഈ T1 കണ്ടക്ട് ചെയ്ത് 120 ആകുമ്പോൾ നമ്മൾ T3ക്ക് ഗേറ്റ് സിഗ്നൽ കൊടുക്കും പറഞ്ഞു. ഇനി T3 180 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ T6 ഗേറ്റ് സിഗ്നൽ അപ്ലൈ ചെയ്യും. ഇനി ഇത് 180 ആയി കഴിഞ്ഞാൽ വീണ്ടും T3. ഇനി T3 120 ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ T5 ഗേറ്റ് സിഗ്നൽ അപ്ലൈ ചെയ്യും. T5 കണ്ടക്ട് ചെയ്ത് 180ക്ക് ശേഷം T2. ആ രീതിയിലാണ് ഗേറ്റ് സിഗ്നൽ അപ്ലൈ ചെയ്യുക. അപ്പൊ ഓരോ തൈറിസ്റ്റേഴ്സും 180 ഡിഗ്രി കണ്ടക്ട് ചെയ്യും. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഗേറ്റ് സിഗ്നൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളതാണ്. ഇത് നമ്മൾ 0, 60, 120, 180, 240 ഈ രീതിയിൽ ഒമേഗ ടി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ 0 to 180 കണ്ടോ? 0 to 180 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? T1 തൈറിസ്റ്റർ T1 ഗേറ്റ് സിഗ്നൽ അപ്ലൈ ചെയ്യും. അതിനുശേഷം 180 to അടുത്ത 180 360 വരെ T4 കണ്ടക്ടിങ് ആയിരിക്കും. ഇനി ഈ T4 180 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും T1 ഗേറ്റ് സിഗ്നൽ അപ്ലൈ ചെയ്യും. ഈ രീതിയിലാണ് കണ്ടക്ഷൻ വരിക. ഇനി T1 കണ്ടക്ട് ചെയ്ത് 120 ഡിഗ്രി ആവുന്ന സമയത്ത് നമ്മൾ അപ്പർ ഗ്രൂപ്പിലുള്ള അടുത്തത് എന്താ? T3. അതായത് 0, 60, 120 ഈ 120 എത്തുന്ന സമയത്ത് T3ക്ക് ഗേറ്റ് സിഗ്നൽ കൊടുക്കും. ഈ T3യുടെ കണ്ടക്ഷൻ പീരീഡ് എത്രയാ? 180 ഡിഗ്രി. ഈ T3 കംപ്ലീറ്റ് 180 ഡിഗ്രി ആയി കഴിഞ്ഞാൽ അടുത്തത് എന്താ? ഇതിന് താഴെ ലോവർ ആമിലുള്ളത് T6. T6 ഗേറ്റ് സിഗ്നൽ അപ്ലൈ ചെയ്യും. ഇത് അടുത്ത 180 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും T3ക്ക് ഗേറ്റ് സിഗ്നൽ അപ്ലൈ ചെയ്യും. ഇനി ഈ T3 120 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ആമിലുള്ള അപ്പർ ഗ്രൂപ്പിലുള്ള T5 ഗേറ്റ് സിഗ്നൽ അപ്ലൈ ചെയ്യും. അപ്പൊ ഇത് T3 120 ഡിഗ്രിയിലായിരിക്കും. ഇനി T1 ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ T1 240 എത്തുന്ന സമയത്താണ്
T5 ഗേറ്റ് സിഗ്നൽ അപ്ലൈ ചെയ്യുക. അപ്പൊ ഈ T5 കണ്ടക്ട് ചെയ്യും. എത്ര പീരീഡ്? 180 ഡിഗ്രി കംപ്ലീറ്റ് കണ്ടക്ട് ചെയ്യും. 180 ആയി കഴിഞ്ഞാൽ അതിന്റെ ലോവർ ഗ്രൂപ്പിലുള്ള T2 ഗേറ്റ് സിഗ്നൽ അപ്ലൈ ചെയ്യും. അത് വീണ്ടും 180 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും. വീണ്ടും T5. അതാണ് T5 ഇത് എത്രയാ? 60 60 60. T5 180 ഡിഗ്രി കണ്ടക്ട് ചെയ്യും. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഗേറ്റ് സിഗ്നൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ 0 to 60 ആംഗിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെയാ കണ്ടക്ടിങ്? T5 കണ്ടക്ടിങ് ആണ്, T6 കണ്ടക്ടിങ് ആണ്, T1. ഈ 3 തൈരിസ്റ്റേഴ്സ് ആയിരിക്കും 0 to 60 ഡിഗ്രി കണ്ടക്ടിങ്. ഇനി 60 to 120 ഡിഗ്രി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെയാ കണ്ടക്ടിങ്? 60ൽ ഈ T2 കണ്ടക്ടിങ് ആണ്, അതേപോലെ T6 കണ്ടക്ടിങ് ആണ്, T1 കണ്ടക്ടിങ് ആണ്. അതിനനുസരിച്ചാണ് ഈ ഗേറ്റ് സിഗ്നൽ അപ്ലൈ ചെയ്യുന്നത്. കണ്ടക്ടിങ് തൈരിസ്റ്റേഴ്സ് ആണ് ഈ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത്. അത് ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി 120 to 180 ഏതൊക്കെയാ കണ്ടക്ടിങ്? T2 ഉണ്ട്, T3 ഉണ്ട്, അതേപോലെ T1. 1 T3 T2 1 2 3 T1 T2 T3 ഇത്രയും കണ്ടക്ടിങ് ആണ്. ഇനി 180 to 240 എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെയാ കണ്ടക്ടിങ്? T2 ഉണ്ട് കണ്ടക്ടിങ്. ഈ 240 വരെയും T2 കണ്ടക്ടിങ് ആണ്. പിന്നെ ഏതാ കണ്ടക്ടിങ്? T3 കണ്ടക്ടിങ് ആണ്. പിന്നെ ഏതാ? T1 ഉണ്ടോ? ഇല്ല. T4 കണ്ടക്ടിങ്. ഇത് ഈ ഡോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര ഏത് പീരീഡിലാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നതെന്നുള്ളത്. ഇതിനനുസരിച്ച് നമുക്ക് ഓരോ ഫേസിനെ ക്രോസ് ഒരു ഫേസ് വോൾട്ടേജ് ഉണ്ടായിരിക്കും, അതേപോലെ ലൈൻ വോൾട്ടേജും. 3 ഫേസ് ലൈൻ വോൾട്ടേജും കിട്ടും, അതേപോലെ ഫേസ് വോൾട്ടേജും നമുക്ക് ഔട്ട്പുട്ടിനെ ക്രോസ് കിട്ടും. നമുക്കിനി ഇതിന്റെ ഔട്ട്പുട്ട് ഫേസ് വോൾട്ടേജ്, ലൈൻ വോൾട്ടേജ് വേവ് ഫോം വരക്കാനുണ്ട്. ഇതിൽ നമ്മളിത് ജസ്റ്റ് ഈ തൈരിസ്റ്റേഴ്സും അതേപോലെ ഒരു 3 ഫേസ് ലോഡും മാത്രം കൺസിഡർ ചെയ്ത് ഓരോ ഇൻസ്റ്റന്റിൽ ഏതൊക്കെയാ കണ്ടക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് വോൾട്ടേജ്, ഫേസ് വോൾട്ടേജും ലൈൻ വോൾട്ടേജും എങ്ങനെയാ കിട്ടുന്നത് അതിനനുസരിച്ച് നമുക്ക് വേവ് ഫോം വരക്കാം. ഇതാണ് ഇൻവെർട്ടർ. നമ്മൾ 3 ഫേസ് ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫ്രം 0 to 60 ഏതൊക്കെയാ കണ്ടക്ടിങ് എന്ന് പറഞ്ഞു? T1 കണ്ടക്ടിങ് ആണ്, അതേപോലെ T5 കണ്ടക്ടിങ് ആണ്, പിന്നെ T6 കണ്ടക്ടിങ് ആണ്. അപ്പൊ ഈ അപ്പർ ഗ്രൂപ്പിൽ T1 T5, ലോവർ ഗ്രൂപ്പിൽ T6 കണ്ടക്ടിങ് ആണ്. അപ്പൊ ഇതനുസരിച്ച് A B C ഓരോന്ന് 3 ഫേസ് ലോഡ് ഉണ്ടല്ലേ, 3 ഫേസ് ലോഡിന് ക്രോസ് ആണ് ഇത് കണക്റ്റഡ് ആയിട്ടുള്ളത്. ഇതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് ഈ രീതിയിലായിരിക്കും. നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് VDC അല്ലെങ്കിൽ VS ഏത് വേണമെങ്കിലും മാർക്ക് ചെയ്യാം. DC സോഴ്സ് VDC ആയിട്ട് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു VS ഒരു DC സോഴ്സ് VS ആണെന്ന് കൺസിഡർ ചെയ്യുക. അതിനുശേഷം T1 T5 T6 ഈ 3 SCR അല്ലെങ്കിൽ തൈരിസ്റ്റേഴ്സ് ആണ് 0 to 60 ഡിഗ്രിയിൽ കണ്ടക്ടിങ് ആയിട്ടുള്ളത്. ഇതില് A ഫേസ് A പോയിന്റുമായിട്ട് T1 കണക്റ്റഡ് ആണ്, T5 എന്ന് പറയുന്നത് Cയിലാണ്, T6 Bയിൽ. നമ്മൾ ഈ ഇക്വലന്റ് സർക്യൂട്ട് ഈ രീതിയിൽ വരക്കാം. എന്താ ലോഡ് എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത് എങ്ങനെയാ? ലോഡ് സ്റ്റാർ കണക്റ്റഡ് ലോഡാണ്. ഇതിൽ നമ്മൾ ഇംപിഡൻസ് ഇതേപോലെ മാർക്ക് ചെയ്യാം. പിന്നെ ഇതിൽ ഓരോന്നിനെ ക്രോസുള്ള വോൾട്ടേജ് VAN, ഈ പോയിന്റിനിടയിലുള്ള വോൾട്ടേജ്, ഈ 2 വോൾട്ടേജ് ഈക്വൽ ആയിരിക്കുമല്ലോ. VAN = VCN എന്ന് പറയുന്നത് എന്തായിരിക്കും? VS into Z/2 divided by Z/2 plus Z ടോട്ടൽ ഇംപിഡൻസ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? VS/3. അതേപോലെ VBN ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താ? ലോവർ ഗ്രൂപ്പിലാണല്ലേ ഉള്ളത്, നെഗറ്റീവ് ആമാണ്. നമ്മളിത് വോൾട്ടേജ് ഡിവിഷൻ റൂൾ വെച്ച് കഴിഞ്ഞാൽ VBN = -VS into Z divided by Z/2 plus Z ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? -2VS/3. ഇതിനനുസരിച്ച് നമ്മൾ വേവ് ഫോമിൽ മാർക്ക് ചെയ്യാം. ഈ 0 to 60 ഡിഗ്രിയിൽ VAN എന്താ കിട്ടിയത്? VS/3. VS/3 ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. അതേസമയത്ത് VBN എന്താ കിട്ടിയത്? -VS/3. ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. VCN എന്താ കിട്ടിയത്? VS/3. ഈ ഒരു പോയിന്റ് 0 to 60 ഡിഗ്രിയിൽ VCN VS/3 എന്ന് കിട്ടി. ഇനി അടുത്തത് നോക്കാം. 60 to 120 ഡിഗ്രി. 60 to 120 ഡിഗ്രിയിൽ ഏതൊക്കെയാ കണ്ടക്ടിങ് ആയിട്ടുള്ളത്? T1 T2 T6. T1 T2 T6 ആർ ഓൺ. T1 മാത്രം അപ്പർ ഗ്രൂപ്പിൽ T1 ഉം ലോവർ ഗ്രൂപ്പിൽ T2 T6. ഇതിനനുസരിച്ച് ഇക്വലന്റ് സർക്യൂട്ട് വരച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും വരിക. T1 T6 T2. T1 എന്ന് പറയുന്നത്
A T2 C phase ആയിട്ട് കണക്റ്റഡ് ആണ്. T6 B phase ആയിട്ട് കണക്റ്റഡ് ആണ്. ഇതിനനുസരിച്ച് VAN, VBN, VCN കാണാം. ഇതില് VBN ഉം VCN എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. VAN എന്താ? VS into Z divided by Z by 2 plus Z ചെയ്യുന്ന സമയത്ത് 2VS by 3 കിട്ടും. അതേപോലെ VBN ചെയ്ത് കഴിഞ്ഞാൽ VBN ഉം VCN ഈക്വൽ ആണ്. അപ്പൊ മൈനസ് VS into Z by 2 divided by Z by 2 plus Z ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് VS by 3 കിട്ടും. ഇനി ഇതേപോലെ നമ്മള് 120 to 180 ഡിഗ്രി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ T1, T3, T2 ആർ കണ്ടക്ടിംഗ് ആണ്. അപ്പൊ ഇതില് അപ്പർ ഗ്രൂപ്പിൽ T1, T3 ഏത് ഫേസിലാണ് കണക്റ്റഡ് ആയിട്ടുള്ളത് നോക്കാം. A, B. അതേപോലെ T2, C. ഇതില് VAN ഉം VBN ഉം ഫേസ് വോൾട്ടേജ് VAN, VBN ഈക്വൽ ആയിരിക്കും. അതെന്തായിരിക്കും? ദാറ്റ് ഇസ് ഈക്വൽ ടു VS into Z by 2 divided by Z by 2 plus Z ചെയ്യുന്ന സമയത്ത് VS by 3 കിട്ടും. ഇനി VCN ഫേസ് വോൾട്ടേജ് C ഫേസിലുള്ള വോൾട്ടേജ് VCN is equal to minus VS into Z divided by Z by 2 plus Z ചെയ്യുന്ന സമയത്ത് minus 2VS by 3 കിട്ടും. അതേപോലെ അടുത്ത 180 to 240 നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും 180 to 240 T4, T3, T2 ആണ് ഓൺ കണ്ടീഷനിലുള്ളത്. അതിനനുസരിച്ച് ഇക്വലന്റ് സർക്യൂട്ട് വരച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും. അപ്പോ VBN ഫേസ് വോൾട്ടേജ് B ഫേസിലുള്ള വോൾട്ടേജ് VBN is equal to VS into Z divided by Z plus Z by 2. ഇനി VAN ഉം VCN ഈക്വൽ ആയിരിക്കും. VAN is equal to VCN is equal to minus VS into Z by 2 divided by Z plus Z by 2 ചെയ്യുന്ന സമയത്ത് മൈനസ് VS by 3 കിട്ടും. ഈ രീതിയിൽ നമ്മൾ വേവ് ഫോം ഓരോ ഫേസിലുള്ള വോൾട്ടേജ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഫേസിലുള്ള ഫേസ് A VAN, ഫേസ് B VBN, VCN ഈ രീതിയിലുള്ള വോൾട്ടേജ് വേവ് ഫോം കിട്ടും. ഇനി ലൈൻ വോൾട്ടേജ് എക്കും ബിക്കും ഇടയിലുള്ള വോൾട്ടേജ്, B ഫേസിനും C ഫേസിനും ഇടയിലുള്ള വോൾട്ടേജ്, അതേപോലെ A ഫേസിനും C ഫേസിനും ഇടയിലുള്ള വോൾട്ടേജ് VCA. അതെങ്ങനെയാ വെച്ചാല് ഇപ്പോ A ഫേസിനും B ഫേസിനും ഇടയിലുള്ള ലൈൻ വോൾട്ടേജ് VAB എങ്ങനെയാ കാണുക? VAN മൈനസ് VBN. ഈ ലൈൻ വോൾട്ടേജ് നമ്മള് 0 to 60 ഡിഗ്രി VAB എന്ന് പറയുന്നത് VAN മൈനസ് VBN ചെയ്ത് കഴിഞ്ഞാൽ VS കിട്ടും. ഇനി 60 to 120 ഡിഗ്രി VAB ചെയ്ത് കഴിഞ്ഞാൽ VAB സെയിം VAN മൈനസ് VBN. അതായത് VAN എന്താ നോക്കുക, VBN എന്താ നോക്കുക. അപ്പൊ 60 to 120 ഡിഗ്രിയിൽ VAN കിട്ടിയത് എന്താ? 60 to 120 VAN 2VS by 3 മൈനസ് VBN എന്താ? മൈനസ് VS by 3. അത് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? VS. ഇനി 120 to 180 ഡിഗ്രി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ VAB അത് 120 to 180 VAB എന്ന് പറയുന്നത് എങ്ങനെയാ കാണുക? VAN മൈനസ് VBN. അപ്പൊ ഈ 120 to 180ൽ VAN എന്താ? 120 to 180 VAN VS by 3 മൈനസ് VBN ഉം VS by 3 തന്നെ. അപ്പൊ 0 കിട്ടും. ഇതിനനുസരിച്ച് നമ്മൾ വേവ് ഫോം വരച്ചു കഴിഞ്ഞാൽ ഫേസ് വോൾട്ടേജ് VAB is equal to 0 to 120ൽ എന്താ കിട്ടുന്നത്? VS തന്നെയാണ്. ഇനി 120 to 180 0 ആണ് ഫേസ് വോൾട്ടേജ്. അതിനുശേഷം വീണ്ടും 180 to 300 മൈനസ് VS കിട്ടും. ഈ രീതിയിൽ നമ്മൾ VBC ഫേസ് വോൾട്ടേജ് ലൈൻ വോൾട്ടേജ് VBC എങ്ങനെ കാണാം? VBN മൈനസ് VCN. അതേപോലെ ലൈൻ വോൾട്ടേജ് VCA എങ്ങനെ കാണാം? VCN മൈനസ് VAN. അതായത് ഓരോ ടൈമിലും ഈ VCN 0 to 60 എന്താ നോക്കുക, അത് മൈനസ് VAN 0 to 60 ഡിഗ്രിയിലുള്ള VAN ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ലൈൻ വോൾട്ടേജ് നമുക്ക് ഇതേപോലെ പ്ലോട്ട് ചെയ്യാം.